പറയുന്ന അധ്യാപിക മുഴുവൻ തലപ്പാവ് അടിഞ്ഞിട്ടാണല്ലോ പറയുന്നത്, അതെങ്കിലും ഓർക്കണ്ടേ. പക്ഷെ ആത്യന്തികമായി നോക്കിയാൽ കുട്ടികളെ പഠിപ്പ് നിർത്തേണ്ടി വന്നു കേരളത്തിൽ. അതിന് ഉത്തരവാദിത്വം ഗവൺമെൻറ്റിന് ഉണ്ടല്ലോ. നിങ്ങൾ ഇങ്ങനെ കൂടിയിട്ട് എൻ്റെ അടുത്ത് കൂടുതൽ ഉത്തരം കിട്ടൂല. എന്നിട്ട് എന്താ ഉണ്ടായി? കുട്ടിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നല്ലോ. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കുട്ടിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നു. കോൺഗ്രസ് അവിടെ പോയി പ്രശ്നം പരിഹരിക്കാൻ നോക്കി, പരിഹരിച്ചില്ല. അതാണ് ഉണ്ടായത്. പള്ളുരുത്തി സ്കൂളിലുണ്ടായ പ്രശ്നം വലിയൊരു അസഹിഷ്ണുത കാണിക്കപ്പെട്ട കേരളത്തിലെ വളരെ എക്സംഷനിലായ, സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒരു കാര്യം ആയിപ്പോയി. അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണമായിപ്പോയി അത്. കാരണം നമ്മൾ ഈ ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരു അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണം ഉണ്ടായത് കേരളത്തിൽ തന്നെ വളരെ വളരെ അപമാനകരമായിപ്പോയി. മുസ്ലിം ലീഗ് അതിൽ ആദ്യം തന്നെ കയറി അഭിപ്രായം പറയാതിരുന്നത് അവിടെ ചില ഛിദ്രശക്തികൾ രണ്ടു വശത്തും ഇതിനെ ഊതി വീർപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. പക്ഷേ ആ കാര്യം അവസാനം വന്നു ഭവിച്ചത് ഒരു വിദ്യാർത്ഥിനിയുടെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കുന്ന ഒരു ദയനീയമായ സ്ഥിതിയിലാണ് എന്നുള്ളത് ഒരു മതേതര കാഴ്ചപ്പാട് പുലർത്തുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും, അതുപോലെ തന്നെ ഇവിടെ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങളും നടത്തുന്നുണ്ട്. ഓരോ വിഭാഗം നടത്തുന്ന വിദ്യാലയം അവർക്ക് വേണ്ടി മാത്രം എന്നുള്ളത് നമുക്ക് പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു വിശാലമായ കാഴ്ചപ്പാടെടുത്ത് പോവാൻ പൊതുസമൂഹം ഉത്തരവാദിത്വം കാണിക്കുകയാണ് വേണ്ടത്. ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വിജയിക്കുന്നത് അതാണ് പ്രധാനം. സാധാരണഗതിയിൽ ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ വിജയിക്കാറില്ല. വിജയിക്കുന്നത് മോശമാണ്. അത് നല്ലോണം നിരീക്ഷിച്ചതിന് ശേഷം അഭിപ്രായം പറഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ കാര്യം നിരീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസാന അത് വന്ന് ഉണ്ടായ കാര്യം വെച്ച് നോക്കുമ്പോൾ അതിൽ അഭിപ്രായം പറയാതിരുന്നാൽ മോശമാണ്. കാരണം ഇത് ഇന്നൊരു വിഭാഗം തുടങ്ങിയാൽ നാളെ വേറെ വിഭാഗം തുടങ്ങും. ഓരോ വിഭാഗം നടത്തുന്ന സ്കൂളുകൾ അതത് വിഭാഗങ്ങൾക്ക് മറ്റുള്ളവരുടെ വേഷം കാര്യവും മറ്റും മറിച്ചും ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്ന കാര്യങ്ങളാണ്. നിയമം മാത്രം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ പള്ളുരുത്തി സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ വളരെ അനഭിലഷണീയമാണ്. അത് അസഹിഷ്ണുതയുടെ അതിൻ്റെ ആ വാർത്താസമ്മേളനവും അത് സംബന്ധിച്ച അവർ പറഞ്ഞതും അതുപോലെ തന്നെ അതിനെ എതിർത്ത് പറഞ്ഞതും എല്ലാം അസഹിഷ്ണുതയുടെ ഉദാഹരണങ്ങളാണ്. അത് മോശമാണ്. അത് കണ്ടില്ല നടിക്കാൻ ആർക്കും പറ്റൂല. പാർട്ടിയെ വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരഭിപ്രായം പറയാം. പിന്നെ നമ്മളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേറെയും പറയാനുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ചോദിക്കാം. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള കോളേജുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായ പരാജയം SFI നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറ SFIയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവ് വന്നുകൊണ്ടിരിക്കുന്നതിൽ രോഷം പൂണ്ട കമ്മ്യൂണിസ്റ്റുകാരും ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തി ആത്യന്തികമായി അവിടെ വർഗീയ പിന്നെ സാഹചര്യം കരുതിക്കൂട്ടി ഉണ്ടാക്കാൻ നോക്കുന്നവരാണ് ഇതിൻ്റെ പുറകിൽ. അല്ല, പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ അങ്ങ് മാറ്റി നിർത്തി ചില ശക്തികൾ അവരാണ് ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പിറകിലുള്ളതും അതുപോലെ തന്നെ ഇതിന് എതിരെ പ്രവർത്തിക്കുന്ന രംഗം വഷളാക്കാൻ നോക്കുന്നവരും എന്നുള്ള ആരോപണമുണ്ട്. അതുകൊണ്ടാണ് ലീഗിനെ പോലെയുള്ള പാർട്ടികളൊക്കെ ഒന്ന് സംയമനം പാലിച്ച് അത് നിരീക്ഷിച്ചത്.
പക്ഷെ ആത്യന്തികമായി നോക്കിയാൽ കുട്ടികളെ പഠിപ്പ് നിർത്തേണ്ടി വന്നു കേരളത്തിൽ. അതിന് ഉത്തരവാദിത്വം ഗവൺമെൻറ്റിന് ഉണ്ടല്ലോ. വിദ്യാഭ്യാസ മന്ത്രി വ്യക്തിപരമായി എടുത്ത സമീപനം ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ അതുകൊണ്ട് റിസൾട്ട് ഉണ്ടായില്ലല്ലോ. ഏത് അല്ല, അത് മാത്രം വേറിച്ച് അടിങ് കൊടുക്കാനാണെങ്കിൽ ആ കമൻ്റ് ഇല്ല. അതല്ല, ഞാൻ ജനറലായിട്ട് എല്ലാം പറഞ്ഞല്ലോ. എന്തിനാ എന്നെ കൊണ്ട് പറയിപ്പിക്കണം? അത്തരം ശക്തികൾ എന്ന് പറയുന്നതാണ് കൂടുതൽ നല്ലത്. അതിന് പേരൊക്കെ പറയുന്നത് ചിലപ്പോൾ പറയുന്നവരുടെ നിലവാരത്തിൽ യോജിക്കൂല. സ്കൂൾ ഇപ്പോഴും പറയുന്നത് മാനേജ്മെന്റ് പറയുന്നത് അവരുടെ നിയമത്തിനനുസരിച്ച് സ്കൂളിന്റെ ബൈലോ അനുസരിച്ച് എന്നുള്ളത് ഉയർത്തിക്കാട്ടിയാണ് അവരിപ്പോഴും ന്യായീകരിക്കുന്നത്. ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ നടക്കേണ്ടതല്ലേ? യൂണിഫോം ഉണ്ടെങ്കിൽ ആ യൂണിഫോമിന് വിരുദ്ധമാവാതെ ഒരു ചെറിയ ഒരു തട്ടം അല്ലെങ്കിൽ ഒരു തലപ്പാവ് യൂണിഫോമിന് അനുസരിച്ച് തന്നെ ഒരു ചെറിയ തലപ്പാവ് അണിഞ്ഞാൽ എന്ത് പറ്റാനാണ്? പറയുന്ന അധ്യാപിക മുഴുവൻ തലപ്പാവ് അണിഞ്ഞിട്ടാണല്ലോ പറയുന്നത്. അതെങ്കിലും ഓർക്കണ്ടേ? അത് മോശമായിപ്പോയി. വളരെ ഒരു അസഹിഷ്ണുതയുടെ ഒരു മകുടോദാഹരണമായിപ്പോയി. റിസൾട്ട് അവസാനം അവർ വിജയിക്കുകയും ചെയ്തു. അത് മോശമായി. അത് ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു കേരളത്തിൽ. ഇതിനു മുമ്പ് ഉണ്ടായില്ല. ഇതിൽ ഒരു അഭിഭാഷകയോട് തന്നെ കോടതി പറഞ്ഞ മുസ്ലിം കുട്ടികൾ ഹിന്ദു കുട്ടികളെന്ന് വേർതിരിച്ച് പരാമർശം നടത്തി. അങ്ങനെ സ്കൂളുകളിൽ കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നാണ് കോടതി. ആ കോടതി പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. നമ്മളാരും പറയാറില്ലല്ലോ. എന്നിട്ട് കോടതി കയറി അത് പറഞ്ഞാൽ പിന്നെ കോടതിൻ്റെ ഇരുന്ന് അടി കിട്ടാതിരിക്കുമോ? പറഞ്ഞ് വളരെ കറക്റ്റാണ്. സ്കൂളിൽ കുട്ടികളേ ഉള്ളൂ. ഇങ്ങനെ കേരളത്തിൽ പറയാൻ തുടങ്ങിയാൽ എവിടെ എത്തും? അഭിഭാഷകയാണെങ്കിലും ആരാണെങ്കിലും ആ കോടതി പറഞ്ഞതാണ് വളരെ കറക്റ്റാണ്. കുട്ടികളെന്ന് പറയാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം. അവരെ ജാതി തിരിച്ച് പറയാന്ന് പറഞ്ഞത് വളരെ മാത്രം ഏത് വക്കീലായാലും നടക്കില്ല. അത് എന്നെ വക്കീലാണ് നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. അതൊക്കെ വളരെ മോശമായ സമീപനം തന്നെയാണ്. അതൊക്കെ വേറെ കാര്യം. പറഞ്ഞതിനെ പറ്റിയാണ് ചോദിച്ചത്. നിങ്ങൾ അയിമ കൂടണ്ട പറഞ്ഞതിനെ പറ്റിയാണ് അഭിപ്രായം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ കേരളത്തിൽ നാളെയും ഇത്തരം സംഭവം ഉണ്ടാവാതിരിക്കാനുള്ള ഏത് തരത്തിലുള്ള ഇടപെടലാണ്? മുഖ്യ സംഘടനകൾ ഇപ്പോൾ CPM ആയാലും കോൺഗ്രസ് ആയാലും ലീഗായാലും അങ്ങനെ മുഖ്യധാരയിലുള്ള കക്ഷികൾ ഒക്കെ ഇടപെടണം. മുഖ്യധാരയിലുള്ള കക്ഷികളൊക്കെ ഇടപെട്ട് ഇത്തരം വിഭാഗീയതയും വർഗീയതയും കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരായിട്ട് രംഗത്ത് വരണം. നല്ലതല്ല, വളരെ മോശം. ഇപ്പോൾ മലബാറിലേക്ക് വന്ന സ്കൂളൊക്കെ നടന്ന വേറെ വിഭാഗങ്ങളല്ലേ. കേരളത്തിൻ്റെ കൾച്ചറിന് അത് യോജിക്കൂല. അതുകൊണ്ട് നിങ്ങളായാലും ഈ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. കോടതി പറഞ്ഞത് കറക്റ്റാണ്. നമ്മളിവിടെ കുട്ടികളായിട്ട് കാണാം. എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ നോക്കും വേണ്ട. ഞാൻ പറയില്ല, മനസ്സിലായില്ലേ? വക്കീൽ പറഞ്ഞിരിക്കും, പക്ഷെ ഞാൻ പറയില്ല. എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ നോക്കും വേണ്ട. അതൊന്നുമില്ല. ഞങ്ങൾ ഇടപെടേണ്ട സമയത്ത് ഇപ്പോൾ ഇടപെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പരിതാപകരമായ അവസ്ഥ വരുമ്പോൾ പരാധീനത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഇടപെടൂല എന്ന് പറഞ്ഞാൽ പിന്നെന്തിനാ ഞങ്ങൾ ഇടപെടും. പക്ഷേ രംഗം വഷളാക്കാൻ വേണ്ടി രീതിയിൽ എണ്ണ വയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാവില്ല. അതാണ് ഞങ്ങൾ നോക്കിയത്. ഇതിലൊരു നിയമത്തിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. അത് മുമ്പത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കോർട്ടിന്റെ ഓർഡർ എടുത്ത് പിടിച്ചാണ് സ്കൂൾ പറയുന്നത്. സ്കൂളിലാണ് അതിന്റെ ബൈലോന്റെ അധികാരം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ കേരളത്തിൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് ആയിട്ടാണ് പോകുന്നത്. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേറൊരു ചോദ്യം വരും. ഭരണഘടനയാണോ വലുത്, ബൈലോ ആണോ വലുത്? അതൊക്കെ പിന്നെ നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട പോയിന്റാണ്. ഇതൊക്കെ ഒരു ഗീവ് ആൻഡ് ടേക്കിൽ പോകുമ്പോഴേ അത് ഒരു സഹിഷ്ണുതയുടെ ഉദാഹരണമാകും. കോടതി വിധിക്കെതിരെ പിന്നീട് സർക്കാരിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു കക്ഷിയുടെ ഭാഗത്തുനിന്നാണെങ്കിലും ഒരു അപ്പീൽ പോകുന്ന സാധ്യത ഉണ്ടായതായിട്ട് ഇവിടെ കാണുന്നില്ല. സമീപനം വേണ്ടതായിട്ടില്ല. അങ്ങനെ തങ്ങളുടെ ഉത്തരവുണ്ടെങ്കിൽ തന്നെ അതിലൊരു അപ്പീല് പോകാനോ ഇല്ലെങ്കിൽ അത് നിയമജ്ഞന്മാർ നോക്കട്ടെ. കേരളത്തിൽ ഇതൊരു പ്രോബ്ലം ആയിട്ടേ ഇല്ല. കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇവിടെ ഏത് മാനേജ്മെൻ്റ് ആണെങ്കിലും എല്ലാ ജനവിഭാഗങ്ങളും പഠിക്കുകയും അവിടുത്തെ അന്തരീക്ഷത്തിൽ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇവിടെ എല്ലാവരും ഒരു മതേതര കാഴ്ചപ്പാടിലെല്ലാം ഭദ്രമായ നിലയിൽ പോകുന്ന ഒരു സ്റ്റേറ്റാണിത്. അവിടെ വിഭാഗീയ വർഗീയത പ്രോത്സാഹിപ്പിക്കരുതെന്നേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ.
ഇത് ഇത്രയും പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയ ഒരു വിഷയമാണ്. അപ്പോൾ കോൺഗ്രസ് ഇത് കൈകാര്യം ചെയ്ത നിങ്ങൾ അയിമങ്ങനെ കൂടിയിട്ട് എൻ്റെ ഇരുന്ന് കൂടുതൽ ഉത്തരം കിട്ടൂല. കോൺഗ്രസിനെ കോർണർ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അതല്ല ഇവിടുത്തെ പ്രശ്നം. കോൺഗ്രസിനെ കോർണർ ചെയ്യലല്ല. അത് ചില ഈ പ്രശ്നം ഊതി കുറിപ്പിക്കണ പോലെ ചിലവരുടെ ആവശ്യം അതാണ്. അതിനു വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത് തന്നെ. കോൺഗ്രസിന് ഇത് കുറച്ച് അസൗകര്യമായ വിഷയമാണ് എന്ന് കാണുമ്പോൾ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി വർഗീയത ഊതി കുറിപ്പിക്കണമല്ലോ ഇതിൻ്റെ ഇടയിൽ. അത്തരം ചോദ്യങ്ങൾക്ക് കൂടുതൽ എൻ്റെ ഇരുന്ന് ഉത്തരം കിട്ടില്ല. എവിടെ നമ്മളെ വിഭാഗീയ വർഗീയത ഉണ്ടാവരുത് എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ മന്ത്രി ഈ വിഷയത്തിൽ ഒരുപാട് പ്രാവശ്യം വാർത്താ മാധ്യമങ്ങളെ കണ്ടു, പലവട്ടം അദ്ദേഹത്തിന്റെ ശക്തമായ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഒട്ടും മുന്നോട്ട് പോയില്ല. അതിനുള്ളൊരു കാരണം ഈ സ്കൂളുകൾക്കുള്ള ഒരു അതിര് കടന്ന അവകാശങ്ങളാണോ അവർക്ക്, മാനേജ്മെന്റുകൾക്കുള്ള? അല്ല, അതൊന്നും അങ്ങനെ ജനറലൈസ് ചെയ്ത് ഉത്തരം പറയാൻ കഴിയാതെ ഈ വിഷയത്തിൽ ആവശ്യമായ മറുപടി ഞാൻ പറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ഇത്തരം അസഹിഷ്ണുത പ്രോത്സാഹിപ്പിക്കപ്പെടരുത്. അതിൽ മുഖ്യധാര രംഗത്തുള്ള എല്ലാവരും അതിൽ ബോധവാന്മാരാവണം. അതാണ് സമൂഹത്തിനോട് പറയാൻ നല്ലത്. വിഭാഗീയത ഉണ്ടാക്കാൻ നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വിഭാഗീയത വർദ്ധിപ്പിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ആ വിഷയം നമുക്ക് അയിമ ക്ലോസ് ചെയ്യാം.